നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്, വീട്ടിൽ നിന്നും വോട്ടിന് തുടക്കം. ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും ശരറാന്തൽ സാഹിത്യകൃതിയുടെ പ്രകാശനവും നടന്നു. പശുവിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. UK ബാസി അനുസ്മരണവും UDF കുടുംബസംഗമവും നടത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ജില്ലയിൽ 2798 പോളിംഗ് സ്റ്റേഷനുകൾ. തിരൂരിൽ പ്രചാരണം ജോറാക്കി KS ഹംസ. വിശദമായ വാർത്തകൾ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ടിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭിക്കുക. BLOമാർ മുഖേന 12D ഫോമിൽ മുൻകൂട്ടി അപേക്ഷ സമർപ്പിച്ചവരാണിവർ. ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 9444 പേരും ഭിന്നശേഷിക്കാരായ 4172 പേരുമടക്കം ആകെ 13216 പേരാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന 156 ടീമുകളെയാണ് വീട്ടിൽ നിന്നും വോട്ടിനായി നിയോഗിച്ചിട്ടുള്ളത്. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഒരു ടീമിലുള്ളത്. ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും. വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാകും. ഏപ്രിൽ 24 വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയ ഉണ്ടാവുക. വോട്ടിംഗിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി SMS വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും. ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യമുണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും. വെട്ടം ന്യൂസ്, മലപ്പുറം. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും ശരറാന്തൽ എന്ന സാഹിത്യകൃതിയുടെ പ്രകാശനവും സാഹിത്യ സംഗമവും കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ നടന്നു. കവി AT അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. അമ്മ തൻ വാത്സല്യം പാരിതിൻ മഹത്വം, അമ്മയാണ് ആദ്യം അമ്മിഞ്ഞ നൽകി ആഹാരമേകി. സിനിമ മേഖലയിലെ നിയന്ത്രിതാവായ, ഞങ്ങളുടെ ഭാഷയിൽ കൺട്രോൾ എന്ന് പറയും, ശ്രീ ഷാഫി ചെമ്മാട് സർ മന്ദാരത്തിന്റെ 15ാമത്തെ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ പോകുന്ന ഈ വേളയിൽ അവരുടെ പദ്ധതിയിൽ വെച്ചാണ് നമ്മൾ ആ പ്രകാശനം ചെയ്ത് തുടക്കം കുറിച്ചത്. അവിടെ അങ്ങോട്ട് നമ്മൾ പലയിടങ്ങളിലായി പല പ്രശസ്തരുടെ നാമധേയത്തിൽ ഉള്ള ഹാളുകളിൽ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയുടെ
നമ്മുടെ KP രാമനുണ്ണി സാറായിരുന്നു. രമാദേവി മേഡം ഉണ്ടായിരുന്നു, KN സാറുണ്ടായിരുന്നു. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ചായിരുന്നു ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ലിറ്ററേച്ചർ ഓഫ് ലവ്. ശരറാന്തൽ എന്ന സാഹിത്യ പുസ്തകത്തെ കവയത്രി സുഹറ ഗഫൂർ പരിചയപ്പെടുത്തി. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ റിയാദ് എസ്ഖാൻ പുസ്തകം ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ പുസ്തക വിതരണം ലോക കേരള സഭാ അംഗം PK കബീർ സലാല നിർവഹിച്ചു. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വന്നിയൂർ ലിറ്ററേച്ചർ ഓഫ് ലവ് സന്ദേശ പ്രചരണവും ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു. ലിറ്ററേച്ചർ ഓഫ് ലവ് ഫോർ സ്റ്റുഡൻസ് എന്ന സന്ദേശം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി മന്ദാരം പബ്ലിക്കേഷൻ സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിക്കുന്നു. പ്രസിദ്ധീകരണവും പുസ്തകവും തികച്ചും സൗജന്യമായിരിക്കും. നന്മയും സ്നേഹവും സഹജീവികളോട് കരുണയുമുള്ള ഒരു തലമുറയെ സാഹിത്യരംഗത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് മന്ദാരം ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും സംഘടിപ്പിക്കും. അവരുടെ സ്കൂൾ, കോളേജ് ലൈബ്രറിയിലേക്കും പുസ്തകങ്ങൾ സൗജന്യമായി നൽകുമെന്ന് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വന്നിയൂർ പറഞ്ഞു. സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാട്, തിരക്കഥാകൃത്ത് പ്രവീൺ ബാലകൃഷ്ണൻ, മുൻ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് സെക്രട്ടറി ശ്യാംകുമാർ, മാധ്യമപ്രവർത്തകൻ ഡാറ്റസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കവികളായ എളവൂർ വിജയൻ, പാലോട്ട് ജയപ്രകാശ്, കവയിത്രിമാരായ ഷെറീന KS, ദിവ്യ നീലാംബരി, സുശീല നിത്യാനന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100ലേറെ എഴുത്തുകാർ പങ്കെടുത്ത പരിപാടിയിൽ കവയിത്രിമാരായ സൈരന്ത്രി വീണ സ്വാഗതവും പത്മജ നടുവട്ടം നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. കോലുപാലം സ്വദേശിയുടെ വീട്ടിൽ വളർത്തിയിരുന്ന പശുവിനെ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ കേസിൽ കോലുപാലം സ്വദേശിയായ കുറ്റിക്കാട്ടിൽ യൂസഫിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പശുവിന്റെ ഉടമസ്ഥന്റെ പറമ്പിൽ ജോലിക്ക് വന്നിരുന്ന പ്രതിയെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ തൊഴുത്തിന്റെ ഭാഗത്ത് കണ്ടതിൽ സംശയം തോന്നി തൊഴുത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. ഉടനെ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിൽ ഞായറാഴ്ച തിരൂർ SI ഷിജോ C തങ്കച്ചന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാൾക്കെതിരെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ. മുൻ DCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന UK ബാസിയുടെ 4ാമത് അനുസ്മരണ യോഗവും UDF കുടുംബസംഗമവും നടത്തി. ബാസിയുടെ തറവാട്ടുമുറ്റത്ത് വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മതേതരത്തിൽ നടക്കണമോ അതല്ല തീവ്ര ഹിന്ദുത്വ ഫാസിസമാണോ രാജ്യത്ത് നിലനിൽക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഏറ്റവും മൂർത്തമായ ചോദ്യമാണ് നമ്മുടെ എഴുത്തിന് മുമ്പിലുള്ളത്. 10 വർഷം മുമ്പ് എങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്, എങ്ങനെയാണ് അഭിശപ്തമായ നാളിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത് നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വേദിയിലും വെച്ച് പറയാറുണ്ട്, ഇറ്റ് ഈസ് ആക്സിഡന്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയാറ്. ഒരു ചരിത്രത്തിന്റെ കൈത്തച്ചാണത്, ഒരാകസ്മികതയാണത്. അല്ലെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു തീവ്ര ഹിന്ദു ഫാസിസ്റ്റ് അധികാരത്തിൽ വന്നത് ജനാധിപത്യ മതേതര ശക്തികൾ ജാഗ്രതയോട് കൊടുത്ത കാര്യങ്ങളെ കാണാൻ അല്പം അവർക്ക് കഴിയാതെ പോയിട്ടുണ്ടെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതെന്ന സത്യം നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന സ്റ്റാലിനിസ്റ്റ് നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഒരിക്കലും അദ്ദേഹം അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറ് അതൊരു അബറേഷൻ ഓഫ് ഹിസ്റ്ററി എന്നാണ്. ചരിത്രത്തിന്റെ അപഭ്രംശമായിട്ട് മാത്രമേ അത് നോക്കിക്കാണാൻ സാധിക്കൂ. UDF പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. താനൂർ മണ്ഡലം UDF ചെയർമാൻ P രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്, UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ, UDF കൺവീനർ MP അഷ്റഫ്, പന്ത്രോളി മുഹമ്മദ് അലി, MV ശ്രീധരൻ മാസ്റ്റർ, K ഹൈദ്രോസ് മാസ്റ്റർ, അഡ്വക്കേറ്റ് T നസറുള്ള, R പ്രസന്നകുമാരി, K ഫാത്തിമ BV, P വാസുദേവൻ, പ്രണവം പ്രസാദ്, ഷാജി കളിയത്ത്, നൂഹു കരിങ്കപ്പാറ, അഡ്വക്കേറ്റ് PP ഹാരിഫ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ, അഡ്വക്കേറ്റ് M റഹമത്തുള്ള, UK ബാസിയുടെ പത്നി ശശി പ്രഭ എന്നിവർ സംസാരിച്ചു. O രാജൻ സ്വാഗതവും ഷാജി പച്ചേരി നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, താനൂർ. ഏപ്രിൽ 26-ന് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിക്കുന്നത് 2798 പോളിംഗ് സ്റ്റേഷനുകൾ.
ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളും അടക്കമുള്ള കണക്കാണിത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി 1575 വോട്ടർമാർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുക. 2775 പോളിംഗ് സ്റ്റേഷനുകളും 23 ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ആകെ ഉണ്ടാവുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 80 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും. ഓരോ നിയമസഭാ മണ്ഡലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട 5 പോളിംഗ് സ്റ്റേഷനുകളിലാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത്. വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വെയിലേറ്റ് വരുന്ന വോട്ടർമാർക്ക് തണലും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും. എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് സജ്ജീകരിക്കുകയും സമ്മതിദായകരെ സഹായിക്കുന്നതിനായി ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്യും. 4ൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ലൊക്കേഷനുകളിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്കായി ക്രഷിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. അംഗപരിമിതർക്ക് വീൽചെയർ, റാം എന്നിവയും പ്രത്യേകം വാഹനങ്ങളും ലഭ്യമാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റുകളും ഉണ്ടാകും. പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും. വെട്ടം ന്യൂസ്, മലപ്പുറം. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം തിരൂർ നിയമസഭാ മണ്ഡലത്തിൽ ബഹുജോർ. മണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ആവേശം വിതച്ചായിരുന്നു ഹംസയുടെ മുന്നേറ്റം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് ഹംസയെ മണ്ഡലത്തിലുടനീളം വരവേറ്റത്. പൊതുവേദിയിലാണ് ഈ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും നിങ്ങളുടെ സ്വീകരണത്തിൻ്റെ ഊഷ്മളത ഞങ്ങൾക്ക് ഒരു തണുപ്പിൻ്റെ ശീതള ചായ പകരുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൃശ്യമായി കൊണ്ടിരിക്കുന്നത് മാറ്റത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എവിടെയും ദൃശ്യമാണ്. ഇനിയും വഞ്ചിതരാകാൻ ഞങ്ങളെ കിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തെ പാർലമെന്ററി പെർഫോമൻസിന്റെ ഓഡിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തിരൂർ നഗരസഭാ പരിധിയിലെ കൂത്തുപറമ്പിലായിരുന്നു തിങ്കളാഴ്ച ആദ്യ പ്രചരണം. സ്ഥാനാർത്ഥി എത്തുന്നതിന് മുമ്പ് തന്നെ ഒട്ടേറെ പേർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. പെരുവഴിയമ്പലത്ത് സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച വലിയ പ്ലക്കാർഡുകളേന്തിയ കുട്ടിക്കൂട്ടം സ്ഥാനാർത്ഥിയെ വരവേറ്റു. വെട്ടം കാനൂരിൽ ചക്ക മുതൽ മയിൽപ്പീലി വരെയുള്ള വിഷുക്കണി സമ്മാനിച്ച് വിദ്യാർത്ഥിനിയായ ആദിലക്ഷ്മി വരവേറ്റു. തിരുനാവായ കൊടക്കലിൽ വിഷുക്കണിയുമായി അമ്മമാർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. തലക്കാട്, കോട്ടത്തറ, കൽപ്പകഞ്ചേരി, കാനാഞ്ചേരി, വളവന്നൂർ, തുറക്കൽപ്പടി, വാരണാക്കര, വെട്ടം ചീർപ്പ്, തിരുനാവായ പട്ടർനടക്കാവ്, കുണ്ടിലങ്ങാടി, പുത്തനത്താണി, കല്ലിങ്ങൽ, തേക്കുംപാലം, തിരൂർ ചെമ്പ്ര എന്നിവിടങ്ങളിലും ആവേശകരമായ സ്വീകരണമായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി, കൂട്ടായി ബഷീർ, രാജേഷ് മാസ്റ്റർ, CM മൊയ്തീൻകുട്ടി, വിജയകുമാർ, അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് ഗഫൂർ P. ലിലീസ്, PP. ലക്ഷ്മണൻ, പിമ്പുറത്ത് ശ്രീനിവാസൻ, CP. ബാപ്പുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.